യൂണിസെഫിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ് എ ന്യൂയോർക്ക്, പാരീസ്, ജനീവ, റോം. ഏതായിരിക്കും ആൻസർ? യൂണിസെഫിൻ്റെ ആസ്ഥാനം ആൻസർ എ ആണ്, ന്യൂയോർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ ആസൂത്രണം, മാനേജ്മെൻറ്റ്, ഗവേഷണം എന്നിവയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട സ്ഥാപനം. വിദ്യാഭ്യാസ ആസൂത്രണം, മാനേജ്മെൻറ്റ്, ഗവേഷണം എന്നിവയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഏതാണെന്ന്? ഏതായിരിക്കും? ആൻസർ ബി ആണ്, NUEPA. NUEPA. അടുത്തത്, അംഗനവാടിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ അംഗനവാടിയുടെ ഭരണം നടത്തുന്നത് ICDS ആണ്. ബി കുഞ്ഞുങ്ങളുടെ പോഷകാഹാരക്കുറവും പട്ടിണിയും അകറ്റാൻ തുടങ്ങിയ പദ്ധതിയാണ്. സി വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഡി 1985 രൂപീകൃതമായത്. തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, 1985 രൂപീകൃതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക ഉത്തരവാദിത്തം നിക്ഷിപ്തമായിരിക്കുന്ന സംസ്ഥാന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻസ് എ NCERT, ബി SCERT, സി സൈറ്റ്, ഡി ഡയറ്റ്. ആൻസർ ബി ആണ്, SCERT. അടുത്തത്, ഭാരത് സേവക് സമാജവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് എ പ്ലാനിംഗ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആരംഭിച്ചത്. ബി 1952 രൂപീകൃതമായി. സി രാഷ്ട്രീയ സംഘടനയാണ്. ഡി ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് രൂപീകരിച്ചത്. ബന്ധമില്ലാത്ത പ്രസ്താവന. ആൻസർ സി ആണ്, രാഷ്ട്രീയ സംഘടനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടേണ്ട കാലയളവ്. ഓപ്ഷൻസ് എ മാസത്തിൽ ഒരു തവണ, ബി 2 മാസത്തിലൊരിക്കൽ, സി 3 മാസത്തിലൊരിക്കൽ, ഡി മാസത്തിൽ 2 തവണ. ആൻസർ ബി ആണ്, 2 മാസത്തിൽ ഒരിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ പ്രൈമറി പ്രവർത്തനങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഏജൻസി. ഓപ്ഷൻസ് എ SRG, ബി SSG, സി CRC, ഡി BRC. ആൻസർ ബി SSG. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ശിശു വികസന വകുപ്പ് പ്രീ സ്കൂൾ കുട്ടികൾക്കായി നടപ്പാക്കിയ വിനോദ വിജ്ഞാന പരിപാടി. ഓപ്ഷൻസ് എ ആരോഗ്യ കിരണം, ബി അതിജീവിക, സി കിളിക്കൊഞ്ചൽ, ഡി ഫസ്റ്റ് ബെൽ. ആൻസർ ഏതാണ്? ആൻസർ സി കിളിക്കൊഞ്ചൽ. അടുത്ത ക്വസ്റ്റ്യൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ കുട്ടികളുടെ വികാസം, പോഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ബി അയൽവക്ക വിദ്യാലയം, വിദ്യാലയ മാപ്പിംഗ്, ശിശുക്കളുടെ സ്ഥിതിവിവര കണക്കുകൾ, അവസ്ഥാ വിശകലനം, സി അംഗീകാരം നേടിയ പ്രീ സ്കൂൾ രജിസ്ട്രേഷൻ, ഡി പാഠ്യപദ്ധതി രൂപീകരണം, സോഴ്സ് ബുക്ക് തയ്യാറാക്കൽ, പ്രീ സ്കൂൾ അംഗീകാരം, ഏകോപന സമിതി പ്രവർത്തനം, പരിശീലനം, അക്കാദമിക മോണിറ്ററിംഗ്. ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണ്, പാഠ്യപദ്ധതി രൂപീകരണം, സോഴ്സ് ബുക്ക് തയ്യാറാക്കൽ, പ്രീ സ്കൂൾ അംഗീകാരം, ഏകോപന സമിതി പ്രവർത്തനം, പരിശീലനം, അക്കാദമിക മോണിറ്ററിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, 3 വയസ്സിന് താഴെയുള്ള ശിശുക്കളുടെ പരിചരണത്തിനും സംരക്ഷണത്തിനും സ്വകാര്യ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന കേന്ദ്രങ്ങൾ. ഓപ്ഷൻസ് എ ശൈശവകാല പ്രചോദിത പ്രവർത്തന കേന്ദ്രങ്ങൾ, ബി ശൈശവകാല പരിചരണ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, സി ശൈശവകാല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ഡി സംയോജിത ശിശുവികസന കേന്ദ്രം. ഏതായിരിക്കും ആൻസർ? ആൻസർ എ ആണ്, ശൈശവകാല പ്രചോദിത പ്രവർത്തന കേന്ദ്രങ്ങൾ. പ്രീ പ്രൈമറി തലത്തിൽ മൂല്യനിർണ്ണയ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് എ കുട്ടികളുടെ സമഗ്ര വികസനത്തിന്, ബി ഗ്രേഡ് നിശ്ചയിക്കുന്നതിന്, സി തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്, ഡി പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ തിരിച്ചറിയുന്നതിന്. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, ഗ്രേഡ് നിശ്ചയിക്കുന്നതിന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രീ പ്രൈമറി കുട്ടികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് സ്വീകരിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻസ് എ ഔപചാരിക സംഭാഷണം,
ബി എഴുത്ത് പരീക്ഷ, സി ചോദ്യങ്ങൾ ചോദിക്കൽ, നിരീക്ഷണം. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, നിരീക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈജ്ഞാനിക വികാസ മേഖലയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് എ ലഘു പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട് കണ്ടെത്തലുകൾ പറയൽ, ബി ചുറ്റുപാടുമുള്ള സസ്യങ്ങൾ നിരീക്ഷിക്കൽ, സി വിവിധ തരം പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയെ തിരിച്ചറിയൽ, ഡി കളിമണ്ണ് ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കൽ. ആൻസർ ഡി ആണ്, കളിമണ്ണ് ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രങ്ങളും വസ്തുക്കളും കണ്ട് ആശയങ്ങൾ പറയാൻ കഴിയുന്ന കുട്ടിയിൽ ഏതു മേഖലയിലുള്ള വികാസമാണ് കാണാൻ കഴിയുന്നത്? ഓപ്ഷൻസ് എ ശാരീരിക ചാലക വികാസം, ബി ഭാഷാ വികാസം, സി വൈജ്ഞാനിക വികാസം, ഡി സന്മാർഗ സൗന്ദര്യാത്മക വികാസം. ആൻസർ സി ആണ്, വൈജ്ഞാനിക വികാസം. അടുത്ത ക്വസ്റ്റ്യൻ, സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻസ് എ പിയാഷെ, ബി വാട്സൺ, സി പാവ്ലോ, ഡി വൈഗോസ്കി. ആൻസർ ഡി ആണ്, വൈഗോസ്കി. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവും പഠനപരവുമായ ഘടകങ്ങളെ വിലയിരുത്തി രേഖപ്പെടുത്തുന്നതാണ് ഡാഷ്. ഓപ്ഷൻസ് എ ഉപാഖ്യാന രേഖ, സഞ്ചിത രേഖ, വ്യക്തിഗത രേഖ, ഇൻവെന്ററി. ആൻസർ ബി ആണ്, സഞ്ചിത രേഖ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ ഫീഡ്ബാക്കുമായി പൊരുത്തപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ് എ കൃത്യമായ സൂചനകൾ നൽകൽ, ബി മാതൃകകളുടെ അവതരണം, സി ടീച്ചർ പ്രവർത്തനം ചെയ്തു കാണിക്കൽ, ഡി മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യൽ. ആൻസർ ഡി മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാലേഖന ശേഷി വികസിപ്പിക്കാൻ പര്യാപ്തമായ പ്രവർത്തനം. ഓപ്ഷൻസ് എ കഥ പറയൽ, ബി ചിത്രവായന, സി കഥാഗാനം പാടൽ, ഡി ചിത്രം വര. ആൻസർ ഡി ചിത്രം വര. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നല്ല ചോദകത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ സാധുത, ബി വിശ്വാസ്യത, സി പ്രായോഗികത, ഡി വ്യക്തിപരത. ആൻസർ ഡി വ്യക്തിപരത. അടുത്ത ക്വസ്റ്റ്യൻ, മൂല്യനിർണ്ണയവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ് എ പഠന പ്രവർത്തനങ്ങളോടൊപ്പം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് സംരചന മൂല്യനിർണ്ണയം, ബി ഒരു നിശ്ചിത കാലയളവിന് ശേഷം പുരോഗതി അളക്കുന്നതാണ് ആത്യന്തിക മൂല്യനിർണ്ണയം, സി കുട്ടികളുടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യനിർണ്ണയത്തിന് പോർട്ട്ഫോളിയോ പ്രയോജനപ്പെടുത്താവുന്നതാണ്, ഡി ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ ടീച്ചിങ് മാനുവലിന്റെ പ്രക്രിയ പേജിൽ രേഖപ്പെടുത്താം. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ ടീച്ചിങ് മാനുവലിന്റെ പ്രക്രിയ പേജിൽ രേഖപ്പെടുത്താം. ശിശുവിൻ്റെ സ്ഥൂലപേശി വികാസം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമ്മൾ സിലബസ് അനുസരിച്ച് ക്ലാസ്സിൽ സ്ഥൂലപേശി വികാസം, സൂക്ഷ്മപേശി വികാസം തുടങ്ങിയ എല്ലാം പഠിച്ചതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കൂട്ടുകാർ കണ്ടു നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ശിശുവിൻ്റെ സ്ഥൂലപേശി വികാസം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി സഞ്ചാരശേഷി, ബി ആഹാരം കഴിക്കൽ, സി വസ്ത്രത്തിൽ ബട്ടൺ ഇടുന്നത്, ഡി ഷൂ അയക്കുന്നത്. ഏതായിരിക്കും ആൻസർ? ആൻസർ എ ആണ്, സഞ്ചാരശേഷി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂളിലെ ബോധന മാധ്യമം ഏതാണ്? ഇത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഓപ്ഷൻസ് ഏതാണ്? ഓപ്ഷൻ എ മാതൃഭാഷ, രാഷ്ട്രഭാഷ, പ്രാദേശിക ഭാഷ, വിദേശ ഭാഷ. ഏതായിരിക്കും? വേഗം പറഞ്ഞേ. ആൻസർ ഏതാണ്? മാതൃഭാഷ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് പറയുന്ന പേര്. ഏതാണ് ആൻസർ? ഓപ്ഷൻസ് എ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, ഔപചാരിക വിദ്യാഭ്യാസം, കലാകായിക വിദ്യാഭ്യാസം. ആൻസർ എ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ തലത്തിലെ ശിശുക്കളിൽ ശാരീരിക ചാലക വികാസത്തിനായി നൽകാവുന്ന പ്രവർത്തനങ്ങൾ താഴെ പറയുന്നവയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ ചിത്രം വര, ബി പാട്ടുപാടി കളിക്കൽ, സി കഥ ആസ്വദിക്കൽ, ഡി നിറം കൊടുക്കൽ. ആൻസർ ഏതാണ്? ആൻസർ സി കഥ ആസ്വദിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, പക്ഷിമൃഗാദികളുടെ ചിത്രങ്ങളുള്ള ബുക്കുകളും വരയ്ക്കുന്നതിനുള്ള സാമഗ്രികളും ഏത് ഘട്ടത്തിലാണ് ശിശുവിന് കൊടുക്കാവുന്നത്? ഓപ്ഷൻസ് എ 3 വയസ്സുകാർ, ബി 4 വയസ്സുകാർ, സി 5 വയസ്സുകാർ, ഡി 6 വയസ്സുകാർ. ആൻസർ ഏതായിരിക്കും? വേഗം പറഞ്ഞേ. ആൻസർ ബി ആണ്, 4 വയസ്സുകാർ.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശിശുക്കളുടെ പഠനത്തിൽ അടിസ്ഥാനമാക്കേണ്ട ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ ശിശു കേന്ദ്രീകൃതം, ബി പരിസരബന്ധിതം, സി പ്രവർത്തനാധിഷ്ഠിതം, ഡി ലിംഗ പരിഗണന. ആൻസർ ഡി ആണ്, ലിംഗ പരിഗണന. അടുത്ത ക്വസ്റ്റ്യൻ, 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശാരീരിക ചാലക വികാസത്തിൽ സൂക്ഷ്മപേശി വികാസത്തിനായി നൽകാവുന്ന പ്രവർത്തനമാണ് ഡാഷ്. ഓപ്ഷൻസ് എ വരയിൽ നടക്കൽ, ബി പന്ത് തട്ടി നടക്കുന്നതിന്, സി മുത്തുകോർക്കൽ, ഡി സൈക്ലിംഗ്. ആൻസർ സി ആണ്, മുത്തുകോർക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒരു അധ്യാപികയിൽ ഉണ്ടാകാൻ പാടില്ലാത്തത് ഏതു ഗുണമാണ്? ഓപ്ഷൻസ് എ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ താല്പര്യം, ഊർജ്ജസ്വലത, ജാഗ്രത, ബി സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും തിരുത്താനുമുള്ള സന്നദ്ധത, സി ശിശുക്കളുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനും പുകഴ്ത്താനുമുള്ള കഴിവ്, ഡി കലാ കായിക പ്രവർത്തനങ്ങളും സാംസ്കാരിക പരിപാടികളിലും വൈമുഖ്യം. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, കലാ കായിക പ്രവർത്തനങ്ങളിലും സാംസ്കാരിക പരിപാടികളിലും വൈമുഖ്യം. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ ശിശുദിനം ആചരിച്ചത് ഡാഷ് എന്ന പേരിലാണ്. ഓപ്ഷൻസ് എ പ്രമേഹ ദിനം, ബി ഫ്ലവർ ഡേ, സി ഹൃദയ ദിനം, ഡി ബഡ്സ് ഡേ. ആൻസർ ഏതാണ്? ആൻസർ ബി ഫ്ലവർ ഡേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ കുട്ടികളുടെ വിലയിരുത്തൽ പ്രക്രിയ പൂർത്തീകരിക്കുന്നതിനായി അധ്യാപിക പരിഗണിക്കാത്തത് ഏതാണ്? ഓപ്ഷൻസ് എ പോർട്ട്ഫോളിയോ, ബി പ്രകടന വിലയിരുത്തൽ, സി അനൗപചാരിക സംഭാഷണം, ഡി പരീക്ഷയിലെ മാർക്കിനെ അടിസ്ഥാനമാക്കി. ആൻസർ ഡി ആണ്, പരീക്ഷയിലെ മാർക്കിനെ അടിസ്ഥാനമാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ 2021 അപ്പോൾ നമുക്കറിയേണ്ടത് 2023 ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ തീമാണ്. ഏതാണ്? ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 10 2023 ദിന തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക ആരോഗ്യം ഒരു സാർവത്രിക മനുഷ്യാവകാശമാണ്. മാനസിക ആരോഗ്യം ഒരു സാർവത്രിക മനുഷ്യാവകാശമാണ്. എന്താണ്? മാനസിക ആരോഗ്യം ഒരു സാർവത്രിക മനുഷ്യ അവകാശമാണ്. ഇതാണ് 2023 ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ തീം. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രീ സ്കൂളിൽ രക്ഷിതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ ചെയ്യുന്നത്. ഓപ്ഷൻസ് എ അധ്യാപക യോഗങ്ങൾ, ബി രക്ഷാകർതൃ കൗൺസിലിംഗ്, സി അധ്യാപക പരിശീലനങ്ങൾ, ഡി സ്കൂൾ അസംബ്ലി. ഏതാണ്? ആൻസർ ബി ആണ്, രക്ഷാകർതൃ കൗൺസിലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, പാവകളിക്കുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ പരിഗണിക്കപ്പെടാത്തത്. ഓപ്ഷൻസ് എ കഥാപാത്രങ്ങൾക്ക് പ്രായം, ലിംഗം, വേഷം എന്നിവ, ബി സംഭാഷണം ഹൃദ്യസ്ഥമാക്കി അവതരിപ്പിക്കുക, സി അനുയോജ്യമായ പശ്ചാത്തലം രൂപകൽപ്പന ചെയ്യൽ, ഡി ഒരു ഇതിവൃത്തം സംഭവങ്ങളോ ആശയങ്ങളോ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആണ്, സംഭാഷണം ഹൃദ്യസ്ഥമാക്കി അവതരിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഗണിത പഠനത്തിൽ ELPS ഘട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതിൽ എസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് എ സോഷ്യൽ, ബി സിമ്പിൾ, സി സോൾവിംഗ്, ഡി സ്കഫോൾഡിംഗ്. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ലേഖനശേഷി കൈവരിക്കുന്നതിന് മുമ്പുള്ള കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാര രീതിയാണ് ഡാഷ്. ഓപ്ഷൻസ് എ ചിത്രം വര, ബി ചിത്രവായന, സി നിരീക്ഷണ രീതി, ഡി പരീക്ഷണ രീതി. ആൻസർ എ ചിത്രം വര. അടുത്ത ക്വസ്റ്റ്യൻ, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ തിരിച്ചറിയുന്നതിന് അവലംബിക്കാവുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ഡാഷ്. ഓപ്ഷൻസ് എ രക്ഷിതാക്കളോടുള്ള അന്വേഷണം, ബി ക്ലാസ്സിലെ മറ്റു കുട്ടികളോടുള്ള അന്വേഷണം, സി സഹ അധ്യാപകരോടുള്ള അന്വേഷണം, ഡി കുട്ടിയോട് നേരിട്ടുള്ള അന്വേഷണം. ആൻസർ എ ആണ്, രക്ഷിതാക്കളോടുള്ള അന്വേഷണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒറിഗാമി നിർമ്മാണം താഴെ പറയുന്നവയിൽ ഏത് വികാസ മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ട് നൽകാവുന്ന പ്രവർത്തനമാണ്? ഓപ്ഷൻസ് എ വൈജ്ഞാനിക വികാസം, ബി സർഗാത്മകവും സൗന്ദര്യാത്മകപരമായ വികാസം, സി ഭാഷാപരമായ വികാസം, ഡി സാമൂഹികവും വൈകാരികവുംപരമായ വികാസം. ആൻസർ ഏതായിരിക്കും? നമ്മൾ പഠിച്ചതാണ്. ആൻസർ ഏതാണ്?
ആൻസർ ബി ആണ് സർഗാത്മകവും സൗന്ദര്യാസ്വാദനപരവുമായ വികാസം. അടുത്ത ക്വസ്റ്റ്യൻ, പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്താൻ അധ്യാപകർ പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻസ് എ പാട്ടിലെ വൈവിധ്യം, ബി സംഭാഷണം അവതരണം, സി പാട്ടിൻ്റെ നിലവാരം തീം, ഡി പദങ്ങളുടെ ഉച്ചാരണം സ്ഫുടത വ്യക്തത. ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണ് പദങ്ങളുടെ ഉച്ചാരണം സ്ഫുടത വ്യക്തത. അടുത്ത ക്വസ്റ്റ്യൻ, അക്ഷരം അറിഞ്ഞുകൂടെങ്കിലും കുട്ടി സാങ്കല്പിക എഴുത്ത് നടത്തുന്നതിനും സാങ്കല്പിക വായന നടത്തുന്നതിനുമുള്ള പ്രവണത കാണിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻസ് എ 3 വയസ്സുകാർ, ബി 4 വയസ്സുകാർ, സി 5 വയസ്സുകാർ, ഡി 6 വയസ്സുകാർ. ആൻസർ ഏതാണ്? ആൻസർ സി ആണ് 5 വയസ്സുകാർ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് 10+2 അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് താഴെ പറയുന്ന ഏത് കോഴ്സാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ് എ 6 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ബി 1 വർഷ ഡിപ്ലോമ കോഴ്സ്, സി 2 വർഷ ഡിപ്ലോമ കോഴ്സ്, ഡി 1 വർഷ സർട്ടിഫിക്കറ്റ് കോഴ്സ്. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ് 1 വർഷ ഡിപ്ലോമ കോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഏത് വകുപ്പിന് കീഴിലാണ് കിൻഡർ ഗാർട്ടൻ വിദ്യാലയങ്ങൾ നിലവിലുള്ളത്? ഓപ്ഷൻസ് എ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ബി വനിതാ ശിശു വികസന വകുപ്പ്, സി സാമൂഹ്യ നീതി വകുപ്പ്, ഡി പട്ടികവർഗ വികസന വകുപ്പ്. ആൻസർ ഡി ആണ് പട്ടികവർഗ വികസന വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ സർക്കാർ അംഗീകൃത പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അധ്യാപകർക്കായി പ്രസിദ്ധീകരിച്ച സോഴ്സ് ബുക്ക് ഏതാണ്? ഓപ്ഷൻ സി കളിപ്പാട്ടം, ബി കളിത്തോണി, സി അങ്കണത്തൈമാവ്, ഡി പ്രീ സ്കൂൾ കരിക്കുലം. ആൻസർ എ ആണ് കളിപ്പാട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഓപ്ഷൻ സി 1986 ഏപ്രിൽ 1, ബി 1991 ഏപ്രിൽ 1, സി 2009 ഏപ്രിൽ 1, ഡി 2010 ഏപ്രിൽ 1. ആൻസർ ഡി 2010 ഏപ്രിൽ 1. അടുത്ത ക്വസ്റ്റ്യൻ, 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്? ഓപ്ഷൻ എ കോതാരി കമ്മീഷൻ, ബി മുതലിയാർ കമ്മീഷൻ, സി രാധാകൃഷ്ണൻ കമ്മീഷൻ, ഡി ഹണ്ടർ കമ്മീഷൻ. ആൻസർ ഏതാണ്? ആൻസർ എ ആണ് കോതാരി കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, 1835 മെക്കാളെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പദങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കുക, ബി ഓരോ പ്രദേശത്തെയും പഠന മാധ്യമം അവരവരുടെ മാതൃഭാഷയിലാക്കുക, സി ഇന്ത്യക്കാരുടെയിൽ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കണം, ഡി ഇന്ത്യയിലെയും അറേബ്യയിലെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാരിയിൽ ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ് ഓരോ പ്രദേശത്തെയും പഠന മാധ്യമം അവരവരുടെ മാതൃഭാഷയിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു വകുപ്പാണ് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തെ പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻസ് എ 21-ാം വകുപ്പ്, ബി 28-ാം വകുപ്പ്, സി 45-ാം വകുപ്പ്, ഡി 46-ാം വകുപ്പ്. ആൻസർ സി 45-ാം വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ നയരേഖ 2020 പ്രകാരം 8 വയസ്സ് വരെയുള്ള ഫൗണ്ടേഷൻ കാലഘട്ടത്തിൽ പ്രീ സ്കൂൾ പഠനകാലം എത്ര വർഷമാണ്? ഓപ്ഷൻസ് എ 1 വർഷം, ബി 2 വർഷം, സി 3 വർഷം, ഡി 4 വർഷം. ആൻസർ ഏതാണ്? ആൻസർ സി ആണ് 3 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചീന ഭാരതത്തിലെ ഒരു വിദ്യാ കേന്ദ്രം? ഓപ്ഷൻസ് എ തക്ഷശില, ഉജ്ജയിനി, എല്ലോറ, മുസിരിസ്. ആൻസർ എ ആണ് തക്ഷശില. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ 42-ാം ഭേദഗതി വരുന്നതിന് മുമ്പ് വിദ്യാഭ്യാസം ഏത് ഏജൻസി കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു? ഓപ്ഷൻസ് എ കേന്ദ്ര സർക്കാർ, ബി സംസ്ഥാന സർക്കാർ, സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഡി സവിശേഷ ഏജൻസികൾ. ആൻസർ ബി ആണ് സംസ്ഥാന സർക്കാർ.
അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് എപ്പോഴാണ്? ഓപ്ഷൻ സി 1964, ബി 1968, സി 1986, ഡി 2020. ആൻസർ ബി ആണ് 1968. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രെഡറിക് ആഗസ്റ്റ് ഫ്രോബൽ ഏത് ദാർശനിക സൈദ്ധാന്തിക വക്താവാണ്? ഓപ്ഷൻ സി ആശയവാദം, ബി പ്രയോഗവാദം, സി പ്രകൃതിവാദം, ഡി മാനവികവാദം. ആൻസർ എ ആണ് ആശയവാദം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യൻ 2 ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണ്. ഒരെണ്ണം ബാഹ്യമാണ്, ഒരെണ്ണം ആന്തരികവും. ആന്തരികമായി മാനവശേഷികളെ സംസ്കരിച്ചെടുക്കലാണ് വിദ്യാഭ്യാസം. ഇത് ആരുടെ ആശയമാണ്? ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ, ബി മഹാത്മാഗാന്ധി, സി അരബിന്ദോ, ഡി രവീന്ദ്രനാഥ് ടാഗോർ. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ് രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ECCE പോളിസി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ സി 2011, ബി 2013, സി 2015, ഡി 2020. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ് 2013. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടി ലോകത്തെ കാണുന്നത് സമഗ്രമാണ് എന്ന കാഴ്ചപ്പാട് ഏത് വിധത്തിലാണ് ആധുനിക പ്രീ സ്കൂൾ ക്ലാസ് മുറിയിൽ പ്രാവർത്തികമാക്കുന്നത്? ഓപ്ഷൻ സി വിവിധ തീമുകളിലൂടെയുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെ, ബി ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിലൂടെ, സി ഭാഷയും ഗണിതവും സവിശേഷമായി പഠിപ്പിച്ചുകൊണ്ട്, ഡി പരീക്ഷകൾ നടത്തിക്കൊണ്ട്. ആൻസർ ഏതാണ്? ആൻസർ എ വിവിധ തീമുകളിലൂടെയുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധിജിയുടെ വാക്യങ്ങൾ ഏതാണ്? ഓപ്ഷൻ സി അപകടകരമായ സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ ശാന്തമായ അടിമത്തത്തേക്കാൾ വിലമതിക്കുന്നത്, ബി ജനിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും എല്ലാ നന്മകളോടും കൂടിയാണ് ജനിക്കുന്നത്, സമൂഹമാണ് അവരെ ചീത്തയാക്കുന്നത്, സി വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്, ഡി ഇരുട്ട് നിറഞ്ഞൊരു ഗുഹ പോലെയാണ് ഈ ഭൗതിക ലോകം. ആൻസർ ഏതാണ്? ആൻസർ സി ആണ് വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള സ്ഥാപനം? ഏതാണ് സ്ഥാപനം? ഓപ്ഷൻ എ RIE, ബി NCTE, സി NCERT, ഡി IASE. ആൻസർ ബി ആണ് അധ്യാപകൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരമാണ് NCTE. അടുത്ത ക്വസ്റ്റ്യൻ, അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനം? ഓപ്ഷൻ എ SCERT, NCTE, ഡയറ്റ്, NCERT. ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണ് NCERT. അടുത്തത്, വിമർശനാവബോധം സൃഷ്ടിക്കലും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസ ലക്ഷ്യം എന്ന് പ്രസ്താവിച്ചത്? ഓപ്ഷൻ എ മരിയ മോണ്ടിസോറി, ബി പൗലോ ഫ്രയർ, സി ജോൺ ഡ്യൂയി, ഡി ജോൺ ഹെൻറി പെസ്ലോസി. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ് പൗലോ ഫ്രയർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ കുട്ടികളെ വിലയിരുത്തുന്നതിൽ സ്വീകരിക്കപ്പെടേണ്ടാത്ത രീതി? ഓപ്ഷൻ എ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കൽ, ബി ഉൽപ്പന്നങ്ങൾ വിലയിരുത്തൽ, സി എഴുത്തു പരീക്ഷ, ഡി സംഭാഷണങ്ങളിലൂടെയുള്ള വിലയിരുത്തൽ. ആൻസർ സി ആണ് എഴുത്തു പരീക്ഷ. ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ താഴെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ എ ജെറോമസ് ബ്രൂണർ, ബി എറിക്സൺ, സി ഹവാർഡ് ഗാർഡ്നർ, ഡി ആൽബർട്ട് ബന്ദുരെ. ആൻസർ ആരാണ്? ആൻസർ സി ആണ് ഹവാർഡ് ഗാർഡ്നർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ മുന്നൊരുക്കമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ എ ഉന്നത വിദ്യാഭ്യാസം, ബി പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, സി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, ഡി സെക്കൻഡറി വിദ്യാഭ്യാസം. ഏതാണ് ആൻസർ? ആൻസർ ബി ആണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, നേടിയ അറിവിൽ നിന്നും നിരന്തരം അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുത്തുന്ന പഠന രീതിയാണ് ഡാഷ്. ഓപ്ഷൻസ് എ രേഖീയ രീതി, ബി ഗണിത രീതി, സി അക്ഷര രീതി, ഡി ചാക്രിക ആരോഹണ രീതി. ആൻസർ ഡി ആണ്
ചാക്രികാരോഹണ രീതി. അടുത്ത ക്വസ്റ്റ്യൻ, വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണ്? ഓപ്ഷൻസ് എ ഫല നിയമം, ബി സന്നദ്ധതാ നിയമം, സി കായിക നിയമം, ഡി അഭ്യാസ നിയമം. ആൻസർ സി കായിക നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് ഇവയിലേതാണ്? ഓപ്ഷൻസ് എ ആഹാരം, ബി പര്യാവരണം, സി വസ്ത്രം, ഡി ജലം. ആൻസർ ബി പര്യാവരണം. പര്യാവരണം എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ശാരീരികവും മാനസികവുമായ പരിമിതികളുള്ള കുട്ടികളെ യാതൊരു വിവേചനവുമില്ലാതെ സാധാരണ കുട്ടികളുമായി ചേർത്തിരുത്തി പഠിപ്പിക്കാവുന്ന വിദ്യാഭ്യാസ രീതിക്ക് പറയുന്ന പേരാണ് ഡാഷ്. ഓപ്ഷൻസ് എ ആരോഗ്യ വിദ്യാഭ്യാസം, ബി കായിക വിദ്യാഭ്യാസം, സി ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം, ഡി ഗുരുകുല വിദ്യാഭ്യാസം. ആൻസർ സി ആണ് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം. സങ്കലിത വിദ്യാഭ്യാസം എന്നൊക്കെ പറയൂ കേട്ടോ. അടുത്തത്, വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് പഠനം ഒരു പ്രചോദന പ്രതികരണ പ്രക്രിയയാണെന്ന് പ്രസ്താവിക്കാൻ ഏതു ശാസ്ത്രജ്ഞൻ്റെ പരീക്ഷണമാണ് തിരഞ്ഞെടുത്തത്? ഓപ്ഷൻസ് എ പാവലോ, ആൽബർട്ട് ഐൻസ്റ്റീൻ, സി ആൽബർട്ട് ബിനെ, സി വി രാമൻ. ആൻസർ ഏതാണ്? ആൻസർ എ ആണ് പാവലോ. പാവലോൻ്റെ ഏതാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂമോണിയ രോഗം കുട്ടികളുടെ ശരീരത്തിന് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻസ് എ ആമാശയം, ബി കുടൽ, സി വൃക്ക, ഡി ശ്വാസകോശം. ഏതാണ് ആൻസർ? ആൻസർ ഡി ആണ് ശ്വാസകോശം. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തമായി പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ? ഓപ്ഷൻസ് എ ആൽഫ്രഡ് അഡ്ലർ, ബി ജീൻ പിയാഷെ, സി ആൽപോർട്ട്, ഡി സ്പിയർമാൻ. ആൻസർ ബി ആണ് ജീൻ പിയാഷെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വേർതിരിക്കുന്ന ആന്തരിക ഘടകങ്ങളിൽ ഒന്നാണല്ലോ ബുദ്ധി. ഇതുപോലെ വ്യക്തി വ്യത്യാസത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ആന്തരിക ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ സാമ്പത്തികം, ബി സാമൂഹികം, സി സർഗാത്മകത, ഡി സാംസ്കാരികം. ആൻസർ ഏതായിരിക്കും? ആൻസർ സി ആണ് സർഗാത്മകത. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതവാദവുമായി ബന്ധമില്ലാത്ത പഠനം ഏതാണ്? സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധമില്ലാത്ത പഠനം. ഓപ്ഷൻസ് എ സംഘപഠനം, ബി സഹവർത്തിത പഠനം, സി ഏക വ്യക്തി പഠനം, ഡി സഹകരണാത്മക പഠനം. ആൻസർ ഏതാണ്? ആൻസർ സി ആണ് ഏക വ്യക്തി പഠനം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ അവൻ്റെ മാനസികവും ശാരീരികവുമായ വ്യവഹാരങ്ങളെയും വികാസങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് ഡാഷ്. ഓപ്ഷൻസ് എ പരിസര മനഃശാസ്ത്രം, ബി ക്രിമിനൽ മനഃശാസ്ത്രം, സി ചികിത്സാ മനഃശാസ്ത്രം, ഡി വികാസ മനഃശാസ്ത്രം. ഏതാണ് ആൻസർ? ആൻസർ ഡി ആണ് വികാസ മനഃശാസ്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ധാരാളം മനഃശാസ്ത്രജ്ഞർ എഴുതിയിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഐക്യു ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ് എ തേഴ്സ്റ്റൺ, വാട്സൺ, സ്കിന്നർ, ആൽഫ്രഡ് ബിനെ. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ് ആൽഫ്രഡ് ബിനെ. അടുത്ത ക്വസ്റ്റ്യൻ, ശാരീരികവും മാനസികവുമായ പരിമിതികളുള്ള വ്യക്തികളുടെ അവകാശ സംരക്ഷണത്തിനും തുല്യതയ്ക്കും വേണ്ടിയുള്ള ആക്റ്റാണ്? SLA ആക്ട്, BSA ആക്ട്, PWD ആക്ട്, PSR ആക്ട്. ആൻസർ ഏതാണ്? ആൻസർ സി ആണ് PWD ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട് ഭാഷ ജീവശാസ്ത്രപരമായി ചിട്ടപ്പെടുത്തിയ സംവിധാനമാണെന്നും കുട്ടിയിൽ ജന്മസിദ്ധമായ ഭാഷാ ഘടകമുണ്ടെന്നും പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ് എ നോം ചോസ്കി, വർത്തിമർ, സി സള്ളിവൻ, ഡി ഗിൽഫോർഡ്. ആൻസർ ആരെയാണ്? നോം ചോസ്കി ആണല്ലേ. ഓപ്ഷൻ എ നോം ചോസ്കി. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് അവരുടെ ആഹാരത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകമാണ് ഡാഷ്. ഓപ്ഷൻസ് എ കാൽസ്യം, ബി ഇരുമ്പ്, സി മഗ്നീഷ്യം, ഡി സോഡിയം. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ് ഇരുമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ്? ഓപ്ഷൻസ് എ ശ്രദ്ധ, ബി അഭിപ്രേരണ, സി ഉത്കണ്ഠ, ഡി വാചാലത.
ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, വാചാലത. അടുത്ത ക്വസ്റ്റ്യൻ, മികച്ച ഒരു അധ്യാപകൻ മികച്ച ഒരു സ്കൂൾ കൗൺസിലറുമാണല്ലോ. താഴെ പറയുന്നവയിൽ മികച്ച സ്കൂൾ കൗൺസിലറുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് എ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് സഹായിക്കുക, ബി ആശയവിനിമയത്തിനുള്ള കാര്യക്ഷമത, സി ഒരു വിദ്യാർത്ഥിയുടെ പ്രശ്നങ്ങളും പോരായ്മകളും മറ്റു വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുക, ഡി വിദ്യാർത്ഥികളുടെ പുരോഗതിക്കും കാര്യപ്രാപ്തി നേടുന്നതിനും അവരെ സഹായിക്കുക. ആൻസർ ഏതാണ്? ആൻസർ സി ആണ്, ഒരു വിദ്യാർത്ഥിയുടെ പ്രശ്നങ്ങളും പോരായ്മകളും മറ്റു വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ സമഗ്രതയാണ് വലുത്. ഈ പ്രസ്താവനയോട് യോജിക്കുന്ന മനഃശാസ്ത്രവാദം ഏതാണ്? ഓപ്ഷൻസ് എ വ്യവഹാരവാദം, ബി ഗസ്റ്റാൾട്ട് വാദം, സി മാനവികതാവാദം, ഡി ധർമ്മവാദം. ആൻസർ ബി ആണ്, ഗസ്റ്റാൾട്ട് വാദം. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂളിൽ കരുതേണ്ട പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്ത വസ്തു ഏതാണ്? ഓപ്ഷൻസ് എ ഡെറ്റോൾ, ബി ആൻറ്റിബയോട്ടിക് മരുന്നുകൾ, സി പറ്റ്നി, ഡി ആൻറ്റിസെപ്റ്റിക് ക്രീം. ആൻസർ ഏതായിരിക്കും? ആൻസർ ബി ആണ്, ആൻറ്റിബയോട്ടിക് മരുന്നുകൾ. കുട്ടികളിൽ രോഗം വരാതിരിക്കുന്നതിനുള്ള രോഗപ്രതിരോധ ശേഷി ആവശ്യമാണല്ലോ. രോഗപ്രതിരോധ ശേഷി നേടുന്നതിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അത്യാവശ്യമാണ്. ജനിച്ച് 3 ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പ് ഇതിലേതാണ്? ഏതായിരിക്കും? ഓപ്ഷൻ എ BCG, ബി DPT, സി പോളിയോ, ഡി മെനിഞ്ചൈറ്റിസ്. ആൻസർ ഏതാണ്? ആൻസർ എ ആണ്, BCG. നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അറിയാവുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ആൻസർ എഴുതാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, രോഗങ്ങൾ വായിലൂടെയും മലിനജലത്തിലൂടെയും അല്ലാതെ ജീവിതശൈലി വഴിയും ഉണ്ടാകും. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം ഏതാണ്? ഓപ്ഷൻസ് എ വയറിളക്കം, പ്രമേഹം, ന്യൂമോണിയ, പനി. ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആണ്, പ്രമേഹം. അപ്പോൾ എന്തിലൂടെയൊക്കെയാണ് രോഗങ്ങൾ പകരുന്നത് ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. സിലബസ് ബേസ്ഡ് ക്ലാസ് കാണാത്ത കൂട്ടുകാരെങ്കിൽ ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് അസ്ഥികൾക്കും എല്ലുകൾക്കും ബലക്ഷയം ഉണ്ടാകുന്നത്? ഓപ്ഷൻസ് എ വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ, വൈറ്റമിൻ എ. ഏതായിരിക്കും? വേഗം പറഞ്ഞ ആൻസർ, നമ്മൾ പഠിച്ചതാണ്. ആൻസർ ഏതാണ്? ആൻസർ ബി ആണല്ലേ, വൈറ്റമിൻ ഡി. സൺലൈറ്റിൽ നിന്ന് മാത്രം കിട്ടുന്ന വൈറ്റമിൻ ആണ്. അടുത്തത്, ജനാധിപത്യ വിദ്യാഭ്യാസ പ്രക്രിയയിൽ വേണ്ട ഘടകങ്ങളിൽ ചേരാത്ത ഘടകം ഏതാണ്? ഓപ്ഷൻസ് എ ഏകാധിപത്യം, ബി മതേതരത്വം, സി സോഷ്യലിസം, അവസര സമത്വം. ഏതാണ് ആൻസർ? ആൻസർ എ ആണ്, ഏകാധിപത്യം. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കുന്നതിന് ധാരാളം മനഃശാസ്ത്ര പഠന രീതികൾ നിലവിലുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികൾ എങ്ങനെ പെരുമാറുമെന്നും സത്യസന്ധത, സഹായമനസ്കത എന്ന സ്വഭാവങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു മനഃശാസ്ത്ര പഠന രീതിയാണ് ഡാഷ്. ഓപ്ഷൻസ് എ സഞ്ചിത രേഖാരീതി, ബി അഭിമുഖ രീതി, സി സർവേ രീതി, ഡി ഉപാഖ്യാന രീതി. ആൻസർ ഡി ആണ്, ഉപാഖ്യാന രീതി. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ പഠനവും നേരത്തെ നേടിയ അറിവിൻ്റെ അടിത്തറയിൽ നിന്നുള്ള പുതിയ കണ്ടെത്തലുകളാണ്. ഇത്തരം അന്വേഷണത്വരയ്ക്ക് പ്രാധാന്യം നൽകുന്ന കണ്ടെത്തൽ പഠനം, സംവേദനാത്മക പഠനം എന്നീ പഠന രീതികൾ ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ് എ കാൾ യങ്, ബി ആൽഫ്രഡ് അഡ്ലർ, സി ജെറോമസ് ബ്രൂണർ, ഡി വില്യം ജെയിംസ്. ഏതാണ് ആൻസർ? ആൻസർ സി ആണ്, ജെറോമസ് ബ്രൂണർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരകോശത്തിൻ്റെ നിർമ്മിതിക്കും കേടുപാടുകൾ തീർക്കുന്നതിനും വളർച്ചയ്ക്കും വേണ്ടി കുട്ടികളുടെ സമീകൃത ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകം ഏതാണ്? ഓപ്ഷൻസ് എ വിറ്റാമിൻസ്, ബി പഞ്ചസാര, സി എണ്ണ, ഡി പ്രോട്ടീൻ. ശരീര വളർച്ചയ്ക്ക് എന്താണ് വേണ്ടത്? പ്രോട്ടീനാണ് വേണ്ടത്. അടുത്തത്, പഠനത്തിന് സാമൂഹ്യമായ ഇടപെടലിന് പ്രാധാന്യം നൽകിയ മനഃശാസ്ത്രജ്ഞനാണല്ലോ വൈഗോസ്കി. ഒരു വ്യക്തിക്ക് പഠനത്തിൽ സ്വന്തമായി എത്തിച്ചേരാൻ പറ്റുന്ന നിലയിലും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഉയർന്ന നിലവുമുണ്ട്. ഈ രണ്ട് നിലകൾക്കിടയിലുള്ള മണ്ഡലത്തിന് പറയുന്ന പേര്? ഓപ്ഷൻസ് എ സമായോജന മണ്ഡലം, ബി സമീപവർജന മണ്ഡലം, സി സമീപസ്ഥ വികസന മണ്ഡലം, ഡി സമയോജിത മണ്ഡലം. ഇതിനു മുമ്പുണ്ടായ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇസഡ്-പി-ഡിയുടെ നേതാവ് ആരായിരുന്നായിരുന്നു ക്വസ്റ്റ്യൻ? ആരാണ്? വൈഗോസ്കി ആയിരുന്നു അല്ലേ. 2 ചോദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്.
ആരാണ്? ആൻസർ ഏതാണ്? സി ആണ്, സമീപസ്ഥ വികസന മണ്ഡലം. അടുത്ത ക്വസ്റ്റ്യൻ, മോഹഭംഗങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിന് മനസ്സ് ചില സംയോജന തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. താഴെ പറയുന്നവയിൽ ഒരു സംയോജന തന്ത്രം ഏതാണ്? ഓപ്ഷൻ എ സഹതാപം, ബി സഹാനുഭൂതി, സി പ്രക്ഷേപണം, ഡി ദയ. ഏതാണ്? ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലിനമായ ജലം, ആഹാരം എന്നിവയിലൂടെ ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ജലദോഷം, തലവേദന, കോളറ, മലമ്പനി. ഏതായിരിക്കും ആൻസർ? ആൻസർ സി ആണ്, കോളറ. അടുത്ത ക്വസ്റ്റ്യൻ, ശിശു നിലവിലുള്ള വികാസ നിലയിൽ നിന്ന് ഉയർന്ന് കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു വികാസ നിലയിലേക്ക് പ്രവേശിക്കുന്നു. ഓപ്ഷൻ എ സമീപസ്ഥ മണ്ഡലം, ബി വികാസ മണ്ഡലം, സി ബുദ്ധിമണ്ഡലം, ഡി സമീപസ്ഥ വികാസ മണ്ഡലം. ആൻസർ ഏതാണ്? ഡി ആണ്, സമീപസ്ഥ വികാസ മണ്ഡലം. അടുത്ത ക്വസ്റ്റ്യൻ, കിൻഡർ ഗാർഡൻ ഉപജ്ഞാതാവ്. ഓപ്ഷൻ എ ഫ്രെഡറിക് ഫ്രോബൽ, ബി ബ്രൂണർ, സി ജീൻ ജാക്കസ് റൂസോ, ഡി ജൊഹാൻ ഹെൻറിച്ച് പെറ്റ്സ്ലോസി. ഏതാണ് ആൻസർ? ആൻസർ എ ആണല്ലേ, ഫ്രെഡറിക് ഫ്രോബൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ പ്രായമായി കണക്കാക്കുന്നത് 1 മുതൽ 6 വയസ്സ് വരെ, 2 മുതൽ 6 വയസ്സ് വരെ, 3 മുതൽ 6 വയസ്സ് വരെ, 1 മുതൽ 3 വയസ്സ് വരെ. ഏതായിരിക്കും? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. അടുത്ത ക്വസ്റ്റ്യൻ, നവജാത ശിശുവും അമ്മയും തമ്മിൽ ആദ്യമായി ഉണ്ടാകുന്ന ആത്മബന്ധത്തെക്കുറിച്ചും അതിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ചും വളരെ നിർണായകവും പ്രയോജനവുമായി പഠനം നടത്തിയത് ആരാണ്? ഓപ്ഷൻ എ ഹവാർഡ് ഗാർട്ട്നർ, ബി ജോ ബൗൾബി, സി തേഴ്സ്റ്റൺ, ഡി സ്റ്റേൺബർഗ്. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, ജോ ബൗൾബി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ പഠന രീതി എങ്ങനെയുള്ളതാണ്? ഓപ്ഷൻ എ കളിരീതി, ഗവേഷണ രീതി, പരീക്ഷണ രീതി, നിരീക്ഷണ രീതി. ആൻസർ ഏതാണ്? എ കളിരീതി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പ്രീ സ്കൂൾ തലത്തിലെ ശിശുക്കളുടെ പൊതുപ്രകൃതത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ അനുകരണ വാസന, ബി ശ്രദ്ധാദൈർഘ്യക്കുറവ്, സി ഭാവന ലോകത്ത് നിന്നും വിട്ടുനിൽക്കൽ, ഡി ആവശ്യങ്ങൾ നേടുന്നതിനുള്ള വ്യഗ്രത. ആൻസർ സി ആണ്, ഭാവന ലോകത്ത് നിന്നും വിട്ടുനിൽക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്നത് ആരാണ്? മറിയ മോണ്ടിസോറി, താരാഭായ് മോദക്, എലിസബത്ത് ഹാർലോക്ക്, കാരൻ ഹോർണി. ആരാണ്? താരാഭായ് മോദക് ആണ്. ആൻസർ ബി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, തൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും സാധിച്ചു കിട്ടുന്നതിന് ശിശു കൂടുതൽ നിർബന്ധ ബുദ്ധിയും വാശിയും സാഹചര്യം നോക്കാതെ തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്ന ഘട്ടം. ഓപ്ഷൻ എ 3 വയസ്സുകാർ, 4 വയസ്സുകാർ, 5 വയസ്സുകാർ, 6 വയസ്സുകാർ. ആൻസർ ഏതാണ്? ആൻസർ എ ആണ്, 3 വയസ്സുകാർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ പ്രൈമറി പാഠ്യപദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പരിഗണിക്കുക? ഓപ്ഷൻ എ വിഷയ കേന്ദ്രീകൃത സമീപനം, ബി ഉദ്ഗ്രഥിത സമീപനം, സി പ്രശ്നാധിഷ്ഠിത സമീപനം, ഡി വിമർശനാത്മക സമീപനം. ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആണ്, ഉദ്ഗ്രഥിത സമീപനം. അതായത് ഉദ്ഗ്രഥിത സമീപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അതായത് സബ്ജക്റ്റ് തിരിച്ച് പഠിപ്പിക്കില്ല. ഇപ്പോൾ മാത്സ്, അതുപോലെ തന്നെ സയൻസ്, സോഷ്യൽ, ഇങ്ങനെ തിരിച്ച് പഠിപ്പിക്കാത്തതാണ് ഉദ്ഗ്രഥിത സമീപനം. ഓക്കെ, ചെറിയ ക്ലാസ്സുകളിൽ ഇതാണ് ഫോളോ ചെയ്യുന്നത്, ഉദ്ഗ്രഥിത സമീപനമാണ് ഫോളോ ചെയ്യുന്നത്, 2ാം ക്ലാസ് വരെ കേട്ടോ. ഇനി അടുത്തത്, പ്രീ സ്കൂൾ കുട്ടികൾക്കായുള്ള കഥാ അവതരണത്തിന് താഴെ പറയുന്നവയിൽ ഏത് സാധ്യതയാണ് ഉപയോഗിക്കാത്തത്? ഓപ്ഷൻ എ ചിത്രങ്ങൾ ഉപയോഗിച്ച്, ബി റോൾ പ്ലേ, സി ബിഗ് ക്യാൻവാസ്, ഡി ആഖ്യാന രീതി. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, റോൾ പ്ലേ.